ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ക്രിസ്മസ് ഡേയിലെ വീഡിയോ കേട്ടോ. ക്രിസ്മസിൻ്റെ ഓർഡർ ഒന്നല്ല, ആ ഡേയിലുണ്ടായ ഒരു ഓർഡർ. അപ്പോൾ അതിനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കേക്ക് ബേക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ തലേന്ന് രാത്രി ആട്ടോ ചെയ്ത് വെക്കൽ, രാവിലെ ചെയ്യാറില്ല. ഇതിപ്പോൾ രാവിലെ തന്നെ ചെയ്യാമെന്ന് ഒരു 7 മണി ആ ഒരു സമയത്താണ് ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിനൊരു ബാറ്റർ റെഡിയാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഹെമിന് എണീക്കുന്നതിന് മുന്നേ ആണ് എൻ്റെ കേക്കിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത്. എണീച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ എണീച്ചതിന് ശേഷം ഹെമി എണീക്കുന്നുള്ള ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ബാറ്റർ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഹെമി എണീച്ചേട്ടാ. രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിന്, അല്ലെങ്കിൽ ഒരു 8 മണി 8:30 ആവും എണീക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഒരു ഭാഗത്ത് നിന്ന് അടിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് ബീറ്റർ ആയതുകൊണ്ട് തന്നെ പിന്നെ അത് അങ്ങനെ ഇങ്ങനെ അടിഞ്ഞു പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റിലാട്ടോ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് ലാസ്റ്റ് മൈദയൊക്കെ മിക്സ് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഹെമി എണീച്ചത് കൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കട്ടോ. അങ്ങനെ ലാസ്റ്റ് എന്താക്കി ഇങ്ങനെ താഴെ ഉമ്മാൻ്റെ സൗണ്ട് കേട്ടിട്ട് ലാസ്റ്റ് ഇവനെ ആ ഒരു സമയം കുറേ സമയം ഓഫാക്കി വെച്ച് ഒരാൾ തന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ടൊന്നും ഉറങ്ങുന്ന കാണുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഉമ്മാൻ്റെ കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ ബേക്ക് ചെയ്തിട്ടോ. അപ്പോൾ ബേക്ക് ചെയ്യുന്ന ഒരു സെക്ഷനൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ഓവളിലേക്ക് ഏറ്റിട്ടോ. അപ്പോൾ 4 മോൾഡ് ഞാൻ ഒരു ഓവളിലും വേറൊരു സ്ക്വയറിൻ്റെ ഒരു ടിന്നിലും കൂടി ചെയ്യാനുണ്ടായിന്. അങ്ങനെ അത് വേറൊരു ഓവളിലേക്ക് മാറ്റിയിട്ടോ. പിന്നെ അടുത്തത് ക്ലീനിങ് ആണ്. അപ്പം അതും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെമിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഏതായാലും ഒന്ന് എണീച്ചതല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് പണിയുണ്ടായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇതാ ഞാൻ താഴേക്ക് ബാറ്ററൊക്കെ മിക്സാക്കി വരുമ്പോഴൊക്കെ ഒരു കരച്ചിലൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എനിക്കുള്ള കുടിക്കേണ്ട സംഭവങ്ങളൊക്കെ റെഡിയാക്കി കുടിക്കാനൊക്കെ കൊടുത്തേട്ടോ. അപ്പം എല്ലാം ഇങ്ങനെ വേമ്പേ തീർത്ത് കഴിഞ്ഞാൽ എൻ്റെ കേക്കിൻ്റെ പണി തീർക്കാമെന്ന് വെച്ചാൽ പകൽ ഞാൻ അധികം കേക്ക് ചെയ്യാൻ നിൽക്കല്ലേ, ഇതുപോലത്തെ അവസ്ഥയുണ്ടാകും, കയ്യിൽ നിന്ന് തീയൂല. അപ്പോൾ ഇതാ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഹെമിനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് അപ്പോഴത്തേക്ക് എൻ്റെ കേക്ക് റെഡി ആയിന് കേട്ടോ. ഹെമിന് താഴ്ന്ന ഫുഡൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ കേക്ക് റെഡി ആയിട്ടുണ്ടായിന്. അങ്ങനെ ഹെമിനെയും കൂട്ടിയിട്ട് തന്നെ മുകളിലോട്ടേക്ക് വന്നിട്ടോ. പിന്നെ ഇവിടെ ഒന്ന് സൈഡാക്കി. അപ്പോൾ ഞാൻ കേക്ക് ചെയ്യുന്ന സമയം ഇതുപോലെ ഇവിടെ ഇങ്ങനെ നിർത്തിക്കാട്ടോ. അപ്പോൾ എൻ്റെ ഉള്ള സാധനങ്ങൾ മൊത്തം വലിച്ച് താഴെയിടും. എന്നാലും കുഴപ്പമില്ല, എനിക്ക് കേക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ഇതിൽ അങ്ങനെ കേട്ടോ. മിക്ക ദിവസങ്ങളിലും ഈ എല്ലാ സാധനങ്ങളും നിലത്താന്നുണ്ടാകുക, അത് വീണ്ടും പെറുക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് രാവിലെ ഒരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഹാമ്പർ ഉണ്ട്, കസ്റ്റമൈസ്ഡ് എന്ന് തന്നെയാണ്. പക്ഷേ അവർക്ക് ഹാമ്പറിൻ്റെ ബോക്സ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് എക്സ്ട്രാ റേറ്റ് ആവുമല്ലോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സാധാരണ ഒരു ബോക്സ്, നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്ന ബോക്സിലാട്ടോ സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് മറ്റേ ഗിഫ്റ്റ് വതിന്ന് പേപ്പറും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എന്താക്കി നമ്മളെ ബൊക്കറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ആക്കിയത്. അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. 2 എണ്ണം ഉണ്ട് കേട്ടോ. 2 ആൾക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു വീട്ടിലെ 2 കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഒരേപോലെ തന്നെയാണ്. പിന്നെ ഇത് അതിൻ്റെ അടുക്ക് നമ്മുടെ ഹെമീനാണ് രാത്രി ഇവിടുന്ന് ചെറിയ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ റൂമിൽ നിന്ന്. അപ്പം അതിൻ്റെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടിങ്ങനെ കളിക്കാട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ കുരുത്തക്കേട് കളിക്കുന്നതായിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയാട്ടാ. അവർ പിന്നെ ക്യാമറ കാണുമ്പോൾ പിന്നെ ക്യാമറയിൽ ഇങ്ങനെ ലയിച്ചിരിക്കും. അപ്പം അങ്ങനെ ഹെമിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയപ്പം പിന്നെ 2 താത്തമാർ എണീച്ചട്ടാ. അവർ 2 എണീച്ച് അവർക്ക് രാവിലെ തന്നെ പാലും അതുപോലെ തന്നെ ബിസ്ക്കറ്റും. ഒരാൾക്ക് മുട്ടയാട്ടോ, ഒരാൾക്ക് ബിസ്ക്കറ്റും. സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ 2 ലേറ്റ് ആയിട്ടാ ഇപ്പോൾ എണീക്കല്ലേ, ഇപ്പം വെക്കേഷൻ അല്ലേ. അപ്പോൾ ഇതാ അവർക്ക് 2 നെച്ചുവിന് പിന്നെ മുട്ട പൊട്ടിച്ചെടുക്കലും വേണം. പിന്നെ മേവി ബിസ്ക്കറ്റ് ഇടുന്ന. പിന്നെ ഹെമിയും നേരത്തെ കഴിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ കഴിക്കില്ല, എന്നാലും ഞാൻ ഒരു ബിസ്ക്കറ്റ് കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവരെല്ലാവരും ഇപ്പോൾ സൈഡാക്കി ഞാനിതാ കേക്കിൻ്റെ ബാക്കി പണി ചെയ്യുന്നട്ടാ. അപ്പം ഒരു കേക്ക് ഞാൻ ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ആദ്യം ക്രബ് കോട്ട് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലേക്ക് വീണ്ടും സെക്കൻഡ് കോട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തീമാട്ടോ ചെയ്യുന്നത്, ബട്ടർഫ്ലൈ തീമാണ്. അപ്പോൾ ഇതുപോലത്തെ കളറാണ്. അപ്പോൾ ഞാനതിൽ റെഡും അതുപോലെ തന്നെ ഓറഞ്ച് കളറും മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ കിട്ടിയിട്ടുള്ള ഒരു ഓർഡർ ആട്ടോ. അപ്പം ആ ഒരു കേക്കും ഒരു 11 മണിയാകുമ്പോഴേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ വെമ്പേ ചടപടാന്നിട്ട് കുറച്ച് നമ്മൾ തണുക്കെങ്കിലും വേണമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് വെക്കാമെന്ന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ നമ്മൾ ക്രീമിനെ പറ്റി പറഞ്ഞില്ലേ, പക്ഷേ ഞാൻ അതിനുശേഷം ക്രീം മാറ്റിയിട്ടോ. അത് ഇപ്പം കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പം റിച്ചിൻ്റെ ക്രീമിന് ചെറിയൊരു എയർ ബബിൾസ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ട്രോപ്പോളറ്റിൻ്റെ ക്രീമാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല നൈസ് ക്രീമാട്ടോ, നല്ല അടിപൊളി. എനിക്ക് ഫ്രോസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഞാൻ ബട്ടർഫ്ലൈ ആട്ടോ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഏകദേശം ഈ ഒരു തീം തന്നെ ആട്ടോ അവർ കസ്റ്റമർ തന്നിട്ടുള്ളത്. അങ്ങനെ അതും കൂടി ചെയ്തതിന് ശേഷം ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടർഫ്ലൈയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ സമയമെല്ലാം ഹെമിൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നിലത്തിരുന്നിട്ട് ഇങ്ങനെ ഒച്ചപ്പാടാക്കുന്നുണ്ട്.
അത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇതാ ഞാൻ പിന്നെ ലാസ്റ്റ് നിൽക്കാണ്ടിരുന്നപ്പോൾ ഞാൻ പിന്നെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ടാ. പിന്നെയും അത് ഷുഗർ ബോൾസ് വെക്കാൻ പറ്റായിട്ട് വീണ്ടും ഓനെ നിലത്ത് വെച്ചിട്ട് ആണ് ഷുഗർ ബോൾസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും കൂടി ചെയ്തതിന് ശേഷം ഞാനിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നാട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1428 ഗ്രാം കേട്ടോ. ടോട്ടൽ നമ്മളെ ബോർഡ് അടക്കം വരുന്നത് എന്തായാലും അങ്ങനെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മെമിന്നെ ഉറക്കി കേട്ടോ. ഓന് അന്നേരം തന്നെ ഉറങ്ങി. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമാട്ടോ, കുറച്ച് സമയം ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത കേക്കും കൂടി ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവർ ബാക്കിലേ നടക്കുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ 2 കേക്കിലും ചെയ്യാൻ നമുക്ക് വേഗം പെട്ടെന്ന് ചെയ്യും. പക്ഷേ ഇത് എത്ര നമ്മൾ ഓടിറ്റും എത്താത്ത പോലെ ഉണ്ട്. കാരണം ഇതിൻ്റെ ഇടയിൽ അവരെ കാര്യങ്ങളൊക്കെ പോകണം, അതുപോലെ തന്നെ ബാക്കിയുള്ള പണികൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു 2 കേക്ക് ആക്കാനുള്ളെങ്കിൽ ഒരു 10 കേക്ക് ആക്കേണ്ട ഒരു ടൈമും കൊടുത്ത്, അതുപോലെ തന്നെ ഭയങ്കര ടയേർഡായ മാതിരി. പണ്ടത്തെ പോലെ എന്താ പറയുക, ഒരു സ്പീഡോ ഒരു കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ഭയങ്കര ഒരു ക്ഷീണം പോലെ. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ട്രഫിളാട്ടോ, ട്രഫിളിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചോക്ലേറ്റിൻ്റെ ചിപ്പ് ഡാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ വൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ ഈ കേക്ക് ഞാൻ ഇതുപോലെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് മൊത്തം ചോക്ലേറ്റുമായിട്ടാ. അല്ലെങ്കിൽ ചിലപ്പം ഒന്നിൽ വനില ആയിരിക്കും, ഒന്നിൽ ചോക്ലേറ്റ് ആയിരിക്കും. അങ്ങനെയെല്ലാം ആകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ കേട്ടോ. കുറേ മാതിരി ക്രീമും അതുപോലെ തന്നെ കുറേ ഫ്ലേവറല്ല വേറെ ഫ്ലേവറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടുപോകുന്നതായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു ദിവസം വന്നത് മൊത്തം ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സുഖമുണ്ട് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറച്ചൊരു പൈപ്പിംഗ് ബാഗിലും കൂടി നമ്മൾ ചോക്ലേറ്റ് ഗനാശ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നിൽ മാത്രമേ അടിയിൽ ഫില്ലിങ്ങിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് മതി ഇതായിട്ടൊന്നും ഫ്രിഡ്ജിൽ കയറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് മൊത്തം ആ ഒരു ചോക്ലേറ്റ് ഇത് നമ്മൾ ട്രഫിൾ ചെയ്തത് ഇതിൻ്റെ മുകളിലൊക്കെ തന്നെ സ്പ്രെഡ് ചെയ്തെടുത്തട്ടോ. അതിനുശേഷം ഇതും ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ക്രീമാട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളിയാട്ടോ. ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കോ. നല്ല അടിപൊളി റിച്ച് ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ റിച്ചിനോടെല്ലാം അടുത്ത് വരുന്നുണ്ട്. നല്ല ഫ്രോസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ല തന്നെ കേട്ടോ. എനിക്ക് എയർ ബബിൾ കയറുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിന്. അതിനുശേഷം ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളെ ആനിവേഴ്സറി കേക്കാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ചെയ്യാമെന്നാട്ടോ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ഈ ഒരു നമ്മളെ കട്ടൗട്ട് വെക്കുന്നതിന് മുന്നേ വേറൊരു കട്ടൗട്ട് വെച്ചിട്ട് അതിൻ്റെ അടയാളം അതിൻ്റെ കേക്കിന് മുകളിലൊക്കെ ഉണ്ടായപ്പോൾ ഒരു ഭയങ്കര ഒരു വൃത്തികേട് പോലെ. അപ്പോൾ ഞാൻ എന്താക്കി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ ടെക്സ്ചർ ഡിസൈനായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് അങ്ങനെ കൊടുത്തട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം അങ്ങനെ ഡിസൈനൊന്നും പറയാത്തതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ട്. എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഇങ്ങനെ ഉണ്ടായപ്പോൾ ഒരു ബോറ് പോലെ ഒരു കല വന്നപ്പോൾ. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ കേക്ക് അവർ രാവിലെ കൊടുക്കണമെന്ന് പറഞ്ഞത് കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പാക്ക് ചെയ്യാണ് കസ്റ്റമർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ. അപ്പോൾ അതും കൂടി പാക്ക് ചെയ്ത് ഇതിങ്ങനെ കണ്ടോ ബോക്സ് കീറിയത്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ബോക്സ് ഫോൾഡ് ചെയ്യലില്ല. അപ്പോൾ അതുപോലെയാണ് ട്രൈ ചെയ്ത് നോക്കിയാട്ടോ. പക്ഷേ ഇത് കേക്ക് നല്ല ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ സാധാരണ നമ്മൾ വീട് പോലെ ആക്കിയിട്ട് ചെയ്യുന്നില്ലേ അതിൽ ചെയ്തെടുത്ത് ഞാൻ അധികം മറ്റേ വിൻഡോ ബോക്സ് ആട്ടോ കൊടുക്കൽ. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഡെലിവറി ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കസിനെയും കൂട്ടിയിട്ട് വന്നിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പം അങ്ങനെ പോയിട്ട് വന്നതിന് ശേഷമാണ് അടുത്ത കേക്ക് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് ഡ്രീം കേക്ക് ആട്ടോ. ഡ്രീം കേക്ക് അത് കുറച്ചേ ഉള്ളൂ, ഒരു 25 പീസേ ഉള്ളൂ. ഞാൻ 25 പീസ് എന്നുള്ളപ്പോൾ ഡ്രീം കേക്ക് എടുക്കലില്ല. പിന്നെ ഇന്ന് മൊത്തം ചോക്ലേറ്റിൻ്റെ ആയതുകൊണ്ട് മാത്രം എടുത്താട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ രണ്ടാമത്തെ കേക്കും ഡെലിവറി പോയിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാട്ടോ. എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ അടുക്ക് മേവി ഫുഡ് കഴിച്ച് തന്നു. പക്ഷേ അതിൻ്റെ അടുക്ക് എന്നോട് ചോദിച്ചിട്ട് അങ്ങനെ മേവി ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ടയർഡായി. 2 കേക്കേ ചെയ്തിട്ടുള്ളെങ്കിലും ഭയങ്കര ടയർഡായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡെല്ലാം കഴിച്ച് അതുപോലെ തന്നെ പണികളെല്ലാം തീർത്തിട്ട് അതുപോലെ തന്നെ ഹെമിന ഒന്ന് ഉറക്കി. ഹെമിനും ഞാനും കൂടിയിട്ട് ഉറങ്ങിയിട്ടാ. ഇവർ ആ ഡ്രീം കേക്കിൻ്റെ ബാക്കിയുള്ളത് ബേബി കൊടുക്കാത്തതിനുള്ള ഇതാണ് ബേബിൻ്റെ മുടിയൊക്കെ വലിച്ചു പിടിക്കുന്നത്. അങ്ങനെ ഈ ഒരു കേക്ക് ചെയ്യുന്നവരുള്ള വീഡിയോ ഇട്ട് എടുത്തിട്ടുള്ളൂ. വേറെ 2 കേക്ക് ഉണ്ടായിന്, പ്ലം കേക്ക് ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടാ. പിന്നെ അത് അറിയുന്നവരെന്നെ ആയതുകൊണ്ട് അവർക്ക് പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ് ചെയ്യുക. സബ് ചെയ്യും.